സമസ്തയുടെ ഉസ്താദുമാർ നിഷ്കളങ്കർ പാവങ്ങൾ അപ്പോഴും പറഞ്ഞു, എന്നാലും നമുക്ക് ഒന്നുകൂടെ ഇതൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താം. നമ്മളെപ്പോലെ കുറച്ച് വൈകാരികമായിട്ട് ചിന്തിക്കുന്നവർ പോയി പണി നോക്കാൻ പറയും. പക്ഷേ ഉസ്താദുമാർ പാവങ്ങൾ അവർ പറഞ്ഞു, അതൊരു പക്ഷേ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും എന്നാലും നമുക്കൊന്ന് ചർച്ച ചെയ്തിട്ട് നല്ല രീതിയിൽ പരിഹരിക്കാം. കാരണം ഇത് നമ്മുടെ സമുദായത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും സാദാത്തുക്കളും ഉസ്താദുമാരൊക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സംവിധാനമല്ലേ. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അവരൊക്കെ നല്ല രീതിയിൽ ഒത്തുതീർപ്പ് വ്യവസ്ഥയിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെ വീണ്ടും അത് സംബന്ധമായിട്ട് ഇനി എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഒരുമിച്ചിരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നമ്മുടെ ഉസ്താദുമാർ മധ്യസ്ഥന്മാരൊക്കെ കൂടിയിട്ട് ഒരു ദിവസം വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗിലേക്ക് 4 മണിക്ക് മീറ്റിംഗിൽ പങ്കെടുക്കാൻ വേണ്ടി ഉസ്താദുമാരെ കോഴിക്കോട്ടേക്ക് തിരിച്ചു. 4 മണിക്കാണ് യോഗം. സമസ്തയുടെ ഉസ്താദുമാർ സമസ്തയുടെ ഓഫീസിൽ വന്ന് അവിടുന്ന് അസർ ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ട് ഈ ചർച്ച നടക്കുന്ന ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി വന്നു. 4 മണിക്കാണ് മീറ്റിംഗ്. 4 മണിക്ക് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് 2:30 മണിയായപ്പോഴേക്ക്, ഉച്ചക്ക് 2:30 മണിയായപ്പോഴേക്ക് ഏകപക്ഷീയമായിട്ട് CACയുടെ പുതിയ കമ്മിറ്റി പ്രഖ്യാപിച്ചു. ഇവരംഗത്ത് വന്നു. പ്രശ്നപരിഹാരത്തിന് 100-ൽ 1 അംശം മനസ്സിൽ താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ ഏതായാലും ഒന്നും കൂടി ഒരു ചർച്ച നടക്കാനുണ്ടല്ലോ. ആ ചർച്ച 4 മണിക്ക് തുടങ്ങിയാൽ ഒരു 6 മണിയോട് തീരും. 6 മണിക്ക് ശേഷം നമുക്ക് യോജിക്കാത്ത തീരുമാനമാണെങ്കിൽ അപ്പ കമ്മിറ്റി പുറത്തുവിടാമെന്നെങ്കിലും വാശിയുള്ള ആളുകളാണെങ്കിലും അങ്ങനെ തീരുമാനിക്കാം. പക്ഷേ ആ ചർച്ച പൊളിക്കണം എന്നായിരുന്നു താല്പര്യം. ഇത് സമസ്ത ഇതിൽ കുറ്റമാണോ? സമസ്ത ഇതിൽ കുറ്റക്കാരാണോ? ഇതുമായി ബന്ധപ്പെട്ട നാൾ വഴികൾ ഏതെടുത്ത് പരിശോധിച്ച് നോക്കിയാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിട്ടുവീഴ്ചയോടുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അവസാനം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുഷാവറ യോഗം ചേർന്നിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു ഫൈനൽ പ്രഖ്യാപനം നടത്തി. ഈ CAC സംവിധാനവുമായിട്ട്, ഈ വഫിയ സംവിധാനവുമായിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കോ അതിന്റെ പോഷകഘടകങ്ങൾക്കോ ഒരു ബന്ധവുമില്ല. ഇത് സമസ്ത തീരുമാനിക്കേണ്ടതല്ലേ? സമസ്തക്ക് ഇതിൽ തെറ്റുപറ്റിയിട്ടുണ്ടോ? സമസ്ത നേതൃത്വം ഇതിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ? ഇനി സമസ്തയുടെ കൂടെ നിൽക്കുന്നവരാവണ്ട, ന്യായാന്യായങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സാമാന്യ ബോധമുള്ള ആളുകൾക്ക് ഈ കാര്യത്തിൽ സമസ്തയെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? മാത്രമല്ല, ഇതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ട ആളുകളെ പ്രോത്സാഹിപ്പിക്കാനും പിന്തുണക്കാനും പണം കൊടുക്കാനും അവരെ പൊക്കിപ്പിടിച്ച് നടക്കാനും സമസ്തയെ ബഹുമാനിക്കുന്നവരോ അനുഭാവികളോ ആവണ്ട, സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന സദാചാര ബോധമുള്ള ഒരു സാധാരണ മനുഷ്യന് സാധിക്കുമോ? പക്ഷെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ദയനീയമായ കാര്യം. അതൊക്കെ നമ്മൾ തിരിച്ചറിയുക എന്ന് മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. അത്തരം ആളുകൾക്ക് തിരിച്ചറിയാം, നമ്മൾ അവരൊക്കെ നാട്ടിൽ ജീവിക്കുന്നവരാണല്ലോ, അവസരങ്ങൾ ലഭ്യമാകും. അല്ലാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ ഒരു തീരുമാനമെടുത്ത് ആ മുഷാവറയുടെ തീരുമാനം അക്ഷരം പ്രതി അനുസരിച്ച് പോയതിന്റെ പേരിൽ ആരെങ്കിലും ഇവിടെ പൗരത്വം നിഷേധിക്കാം എന്നൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എല്ലാവർക്കും അവസരമുണ്ടാകും എന്ന് മാത്രമേ അത് സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുള്ളൂ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇത്തരം കാര്യങ്ങളിൽ വളരെ സത്യസന്ധമായി, വളരെ ന്യായമായി, വളരെ സുതാര്യമായി, ആർക്ക് മുമ്പിലും ഒന്നും മറച്ചു വെക്കാനില്ലാതെ ഇത്തരം കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരാളെ മാറ്റി നിർത്തിയാൽ പിന്നെ അയാളെ എങ്ങനെ വേദി കയറ്റാൻ പറ്റും എന്നതിനാണ് പലരും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സമസ്തയെ ബഹുമാനിക്കുന്നവർ ചെയ്യുന്നതാണോ? സമസ്ത അനുയായികൾ ചെയ്യുന്നതാണോ? അപ്പൊ സ്വാഭാവികമായിട്ടും സമസ്തയുടെമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ പുതിയ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി ഇവിടെ വിഭാഗീയതയുണ്ടാക്കി, ഭിന്നിപ്പുണ്ടാക്കി, ഇവിടെ കുളങ്കലക്ക് മീൻ പിടിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾക്ക് അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ തിരിച്ചറിയാൻ നമ്മൾ സന്നദ്ധമാകണം എന്നാണ് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. വളരെ അപകടകരമായ സാഹചര്യത്തിലാണ് നമ്മുടെ സമുദായം പോകുന്നത്. ഈ സാമൂഹ്യ സാഹചര്യത്തെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. ഇതിനു വേണ്ടി നമ്മുടെ ഊർജവും സമയവും ചെലവഴിക്കേണ്ട സന്ദർഭത്തിലല്ല നമ്മുടെ സമുദായം പോകുന്നത്. പക്ഷേ ബോധപൂർവം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പോലെയുള്ള ഒരു മഹത്തായ പ്രസ്ഥാനത്തെ തകർക്കാൻ, അതിനെ ഇകഴ്ത്തി കാണിക്കാൻ, പൊതുജനമധ്യേ അതിനെ മോശമായി ചിത്രീകരിക്കാൻ പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ പണ്ഡിതന്മാർ, അതിന്റെ നേതാക്കൾ ഒരിക്കലും അതിന്റെ പാരമ്പര്യത്തിൽ നിന്ന് വഴുതി മാറിയിട്ടില്ല. അതിന്റെ പാരമ്പര്യത്തിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചർച്ച, ഞാൻ ഈ പറഞ്ഞ CACയുമായി ബന്ധപ്പെട്ട വിഷയം സത്യസന്ധമായി സുതാര്യമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൈകാര്യം ചെയ്തപ്പോ
സ്വാഭാവികമായും മറുഭാഗം വഞ്ചനാപരമായ കബളിപ്പിക്കുന്ന സമീപനം സ്വീകരിച്ചപ്പോ ഇതാണ് യാഥാർത്ഥ്യമെന്ന് നാട്ടുകാർ അറിഞ്ഞാൽ സ്വാഭാവികമായും അവർക്ക് സ്വീകാര്യം നഷ്ടപ്പെടും. അപ്പൊ ഇത് ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി വളരെ പെട്ടെന്ന് സാമൂഹ്യ മാധ്യമങ്ങളും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ ചിത്രം പ്രതീക്ഷിച്ചു. എന്താണ് ചിത്രം? ഇവിടെ CIC സമസ്തയും തമ്മിലല്ല പ്രശ്നം, ഇവിടെ സമസ്തയും മുസ്ലിം ലീഗും തമ്മിലാണ് പ്രശ്നം. ഇതാണ് വ്യാഖ്യാനം. എന്നിട്ട് ഈ സ്ഥാപനത്തിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതിർന്ന വിദ്യാർത്ഥികൾ നമ്മുടെ സാധാരണക്കാരായ മഹല്ല് ഭാരവാഹികളെ, മുസ്ലിം ലീഗിന്റെ ഭാരവാഹികളെ, നാട്ടിലെ പൗരപ്രമുഖരെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർത്തുകൊണ്ട് നിരന്തരമായി സമസ്തക്കെതിരെ, സമസ്ത നേതാക്കൾക്കെതിരെ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ വിദ്വേഷ പ്രചാരണങ്ങളിലൂടെ സാധുക്കളായ നിഷ്കളങ്കരായ നാട്ടിലെ പല പൗരപ്രമുഖരും സമുദായ നേതാക്കളും ഒക്കെ ചിന്തിക്കുകയാണ്, സമത്തിന്റെ പോക്ക് ശരിയല്ല, സമത്തിന്റെ പോക്കിൽ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല, സമസ്ത അതിന്റെ പൂർവിക പാരമ്പര്യത്തിലൂടെ തന്നെ മുന്നോട്ട് പോവാൻ, സമസ്തക്ക് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സംവിധാനം, ആ സംവിധാനം സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങളെ അതിലംഘിച്ചുകൊണ്ട് വഞ്ചനാപരമായ ഒരു സമീപനം സ്വീകരിച്ചപ്പോ ഒരു സംഘടനാ നടപടി എന്ന രീതിയിൽ സമസ്ത 3.5 വർഷത്തെ നിരന്തരമായ ചർച്ചകൾക്ക് ശേഷം, കാത്തിരിപ്പിന് ശേഷം അന്തിമമായ ഒരു തീരുമാനമെടുത്തു. ഇത് സംഘടനാപരമായ ഒരു നടപടിക്രമമാണ്, പ്രാഥമികമായ സംഘടനാ പ്രവർത്തനം അറിയുന്ന ആർക്കും ഉൾക്കൊള്ളാവുന്ന കാര്യമാണ്. അപ്പൊ ഇതാണ് യാഥാർത്ഥ്യമെന്ന് നമ്മൾ സമൂഹത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പല കള്ളികളും വിളിച്ചതാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ യാഥാർത്ഥ്യത്തെ ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇതൊന്നുമല്ല പ്രശ്നം, ഇവിടുത്തെ പ്രശ്നം രാഷ്ട്രീയമാണ് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഒരു വിഭാഗം ഇതാ മുസ്ലിം ലീഗിനെ തിരിഞ്ഞിരിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള കള്ളക്കഥകൾ മെനഞ്ഞെടുത്തുകൊണ്ട് ഇവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സമസ്ത കേരള ജംഇയ്യത്തുൽ പാരമ്പര്യമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ മുസ്ലിം സമുദായത്തിൽ രാഷ്ട്രീയ രംഗത്താണെങ്കിലും മതരംഗത്ത്